ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. നമുക്ക് എന്തെങ്കിലും കറി വെക്കാൻ സാധനങ്ങളില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു മടി പിടിച്ച ദിവസങ്ങളിലാണെങ്കിലോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു അച്ചാറും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ബസ്മതി റൈസിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ റൈസ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ബസ്മതി റൈസാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമുള്ളത് ബസ്മതി റൈസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിത് ബസ്മതി റൈസിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി അരി കഴുകുന്നതും വെക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ബസ്മതി റൈസ് കഴുകിയത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരി കടിക്കുന്ന പാകം മാറിയാൽ നമുക്കത് ഊറ്റിയെടുക്കാം കേട്ടോ, കാരണം ഒരുപാട് വെന്ത് പോകരുത്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ കട്ടയായിട്ടായിരിക്കും തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിടി ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പും തുവരപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടാൽ അതിങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് അത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഉലുവ ഒരു ഫ്ലേവറിന് വേണ്ടിയാട്ടോ ചേർത്ത് കൊടുത്ത്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. സവാള അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചതച്ച് ചേർക്കണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ചെറുതായി പൊടിയായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചോറിന് കുറച്ചൊരു എരിവ് വേണ്ട, അതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കേണ്ടത് ടൊമാറ്റോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള ടൊമാറ്റോ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവരാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, അധികം സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മുതിർന്നവർക്ക് കഴിക്കാനാണ്, കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവട്ടെ. അതിനുശേഷം ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം ഇതൊരു കളറിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഇത് നല്ല എരിവായി പോവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചേർത്ത മുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുകയാണ്. കായം പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നമ്മളിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, നമ്മൾ റൈസ് ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് ചോറിലോട്ട് പിടിക്കണ്ടേ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ് റൈസിന്. അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച റൈസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ചേർത്ത് കൊടുത്ത പാടെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. കാരണം ഈ റൈസ് ഒന്നുകൂടെ ഒന്ന് പതുങ്ങി വരാനുണ്ട്. കാരണം നമ്മൾ ആ അരി കടിക്കുന്ന പാകം മാറിയാലാണ് ഇത് മാറ്റി വെച്ചത്. അപ്പോൾ ഈ വെള്ളം അടിയിലുള്ളതുകൊണ്ട് അതിൽ കിടന്ന ആവി കയറിയ ശേഷം ഒന്ന് നന്നായി കുക്കാവട്ടെ. അപ്പോൾ ഞാനിതിന് മേലെ കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നന്നായി ഒന്ന് ആവി കയറിയ ശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് അഥവാ ടൊമാറ്റോ സാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പറയാൻ മറന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.